ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. റാഗി വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഒരു പാത്രം അടുപ്പിൽ വെച്ചത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3 വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ ഉപയോഗിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ ഇതൊന്ന് പകുതി വെന്ത് കിട്ടിയാൽ മതി. വെജിറ്റബിൾ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള റാഗി പൗഡർ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നന്നായി വെള്ളത്തിൽ കുറുക്കിയെടുത്ത ഈ റാഗി നമുക്ക് ഇനി വെജിറ്റബിളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റാഗി വെജിറ്റബിളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. റാഗി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഇതുപോലെ കുറുകിയിരിക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മല്ലിയിലയല്ല, കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ഇളം തണ്ടാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. Thanks for watching.